സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉർവശിയുടെ കാരണത്തിട്ട് തന്നെ ഒന്ന് പൊട്ടിക്കുവാണ്ടോ സാറാ. ഇത് കണ്ട് ഞെട്ടി നിൽക്കുവാണ് ചന്ദ്രശേഖരൻ. അങ്ങനെ ബഹളമൊക്കെ കേട്ട് പത്മിനിയും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. പത്മിനിയും കൽപ്പനയ്ക്ക് ഈ കാഴ്ച കണ്ട് ഞെട്ടലോട് ഓടി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം സാറ പറയുന്നുണ്ട്, അതെ, ഒന്നും കാണാതെ ഒന്നുമല്ല സാറ കോടികൾ മുടക്കിയിട്ട് ഈ കണിമംഗലം തിരിച്ചു പിടിച്ചത്. ഇവിടെ എൻ്റെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളെ നടക്കുകയുള്ളൂ. ഞാൻ പറയുന്നത് ഇവിടെ താമസിക്കുന്നവർ അനുസരിച്ചിരിക്കണം, അല്ലാത്തവർക്ക് പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? തിരുമേനി പറഞ്ഞതുപോലെ തന്നെ നാളെ ഇവിടെ ഐശ്വര്യപൂജ നടന്നിരിക്കണം. പൂജാരി പറഞ്ഞതുപോലെ തന്നെ രാധികയും ചന്ദ്രുവിൻ്റെ അമ്മയും ഇവിടെ ആ സമയത്തുണ്ടായിരിക്കണം. അവരെ ഇവിടെ നാളെ നിനക്ക് എത്തിക്കാൻ പറ്റിയില്ലെന്നാണെങ്കിൽ പിന്നെ ഉർവശ് പിന്നെ ഒരു നിമിഷം പോലും കണിമംഗലത്തുണ്ടാവില്ല. അത് 2-3 ദിവസത്തേക്കുള്ള താൽക്കാലികമായിട്ടുള്ള മാറ്റുനിർത്തലായില്ല. മരണം വരെ നിനക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. അക്കാര്യം നിൻ്റെ ഓർമ്മയിലിരിക്കണം. എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി രാധികേനെയും ചന്ദ്രശേഖരൻ്റെ അമ്മേനെയും ഇവിടെ എത്തിച്ചിരിക്കണം. മനസ്സിലായോ? അങ്ങനെ അറിഞ്ഞ് ഉർവശിനെ വരട്ടുവാണ് കേട്ടോ സാറാം. ഈ സമയം ഉർവശിയാണെങ്കിൽ മറുത്തൊന്നും പറയാതെ സങ്കടത്തോടും ദേഷ്യത്തോടും കൂടി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നാലെ പത്മിനിയും കൽപ്പനയൊക്കെ പോകുവാണ്. ഈ സമയം സാറാ ചന്ദ്രശേഖരനോട് പറയണേ, എന്ത് ചെയ്യാനാ ചന്ദ്രശേഖർ, ഞാൻ ഇങ്ങനെയൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ അവരുണ്ടല്ലോ അവരെന്നെ കൊണ്ട് പറയിക്കുകയാണ്. കണ്ടില്ലേ അഹങ്കാരം. ഈ സമയം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും സാർ അതൊന്നും കാര്യമാക്കാൻ നിൽക്കേണ്ട. നാളെ പൂജ തുടങ്ങാൻ സമയമുണ്ടല്ലോ, അതിനുള്ളിൽ തന്നെ ഉർവശി എങ്ങനെയെങ്കിലും അവരിവിടെ എത്തിക്കുമെന്നതിനെ എനിക്ക് തോന്നുന്നത്. പൂജയ്ക്ക് എന്താണെങ്കിലും ഒരു മുടക്കം ഉണ്ടാവില്ല. സാറ് ധൈര്യത്തോടെ ഇരുന്നോളൂ. അങ്ങനെ പറഞ്ഞ് സാറെ ആശ്വസിപ്പിക്കുവാണ് ചന്ദ്രശേഖർ. ഇതേസമയം അകത്താണെങ്കിൽ ഉർവശിയാണെങ്കിൽ സങ്കടത്തോടെ പത്മിനിയോട് തൻ്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ പറയണേ. കണ്ടില്ലേ ഏട്ടത്തി, അമ്മയും രാധികം വരില്ല എന്ന് എന്നോട് ഉറപ്പിച്ച് പറഞ്ഞതാണ്. ഞാൻ അവരോട് എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പറയാൻ ശ്രമിച്ചു. രണ്ടുപേരുടെയും കാല് പിടിക്കുന്നത് പോലെ തന്നെ അപേക്ഷിച്ചു. പക്ഷേ അവരിങ്ങോട്ട് വരില്ല എന്ന് തന്നെയാണ് തറപ്പിച്ച് പറയുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനായിട്ടെത്തി? നാളെ അവരിവിടെ എത്തിയില്ലെങ്കിൽ ആ സാറ അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. എന്നെ എന്നേക്കുമായിട്ട് കണിമംഗലത്തിന് പുറത്താക്കും. അവരുടെ ആജ്ഞകൾ എന്ത് തന്നെയാണെങ്കിലും അത് അക്ഷരം പ്രതി അനുസരിക്കാൻ നിൽക്കുവാണ് ചന്ദ്രേട്ടനും. എന്നെ പുറത്താക്കുന്നത് കണ്ടാലും ചന്ദ്രേട്ടൻ കയ്യും കെട്ടിയത് നോക്കി നിൽക്കുകയുള്ളൂ. ഏട്ടത്തി, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. ഏട്ടത്തി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ രാധികയും അമ്മയും ഇങ്ങോട്ട് വരുമായിരിക്കും. ഏട്ടത്തി എന്നെ സഹായിക്കില്ലേ? ഈ സമയം പത്മിനി പറയണേ, അയ്യോ എന്നെക്കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അവരെ വിളിക്കുന്നത്? അവർ വരില്ല എന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞാൽ അവരെന്താ തീരുമാനം മാറ്റും എന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ? മുമ്പ് ഈ കണിമംഗലം കുടുംബത്തിൻ്റെ താക്കോല് എൻ്റെ കയ്യിലായിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ താക്കോലും ഇല്ല, ഒന്നുമില്ല. ഇവിടുത്തെ കൂലിയില്ലാത്തൊരു ജോലിക്കാരി മാത്രമാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഭർത്താവ് കേൾക്കുമോ? അതുകൊണ്ട് നീ എന്നെ വിട്ടേക്ക്. ഇത്രയും നാളും നീ അഹങ്കാരത്തിൻ്റെ മുമ്പിൽ മനുഷ്യരെ കാണാതെ അവരുടെ മനസ്സിലുള്ള നന്മ തിരിച്ചറിയാതെ നടക്കുമായിരുന്നില്ലേ? അതിൻ്റെ ശിക്ഷയാണ് നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിനക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാനും എന്നെ കൊണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ പത്മിനിയും ഉർവശിനെ കഴിയൊഴിഞ്ഞ് അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ഉർവശിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടത്തിൽ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് മെൻ്റൽ ഹോസ്പിറ്റലാണ് കേട്ടോ. ACPയും കൂട്ടരും കൂടി അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയം ഡോക്ടറാണെങ്കിൽ അവിടെ ശ്യാമയുടെയും അമൃതയുടെ റൂമിൽ നിന്ന് നേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം ശ്യാമ അമൃതയ്ക്ക് നല്ല മയക്കത്തിലായിരിക്കും കേട്ടോ. ഈ സമയത്തായിരിക്കും അറ്റൻഡർ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. സാറേ, ദേ ACP വന്ന് സാറിൻ്റെ ക്യാബിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ACPയോ? ശരി, താൻ വാ. അങ്ങനെ പറഞ്ഞ് ഡോക്ടറിൻ്റെ ക്യാബിലെത്തുവാണ്. നമസ്കാരം സാർ. സാറിൻ്റെ സഹോദരൻ എക്സൈസിലുണ്ടല്ലേ? എനിക്ക് പരിചയമുണ്ട്. സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചാൽ മതിയായിരുന്നല്ലോ, നമുക്ക് സംസാരിക്കായിരുന്നു. അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് ACPനെ കുപ്പിയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ACP ആണെങ്കിൽ അതിലൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ സമയം ACP ചോദിക്കുക, ഇവിടുത്തെ അറ്റൻഡൻസ് രജിസ്റ്റർ ഒന്ന് വേണമായിരുന്നു. എന്തിനാ സാർ, എന്തെങ്കിലും അറിയാനാണോ? ആദ്യം നിങ്ങൾ പറഞ്ഞ കാര്യം തരൂ. അങ്ങനെ അറ്റൻഡൻസ് രജിസ്റ്ററൊക്കെ എടുത്തു കൊടുക്കുവാണ്. അങ്ങനെ ACP ആണെങ്കിൽ അതിലോരോ പേരുകളും നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയം വിച്ചുവിൻ്റെ പേര് കാണുന്നുണ്ട്. വിച്ചു അല്ലേ? ഈ കുട്ടി ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടോ? ഉണ്ടല്ലോ സാർ. എന്താ സാറിനറിയോ അവനെ? ഇല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഇതിൽ ശ്യാമയുടെയും അമൃതയുടെയും പേരൊക്കെ എങ്ങനെയാണ് ചേർത്തിരിക്കുന്നത്? എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അല്ല, ഗായിക ശ്യാമയുടെയും അവരുടെ ബന്ധുവായ അമൃതയുടെയും പേരുകൾ ഇതിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. അവരുടെ പേരുകൾ ഈ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ? എന്തു പേരില്ല അവരിപ്പോൾ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? എത്ര നാളായി അവരിവിടെ അഡ്മിറ്റ് ചെയ്തിട്ട്? ആ ഡേറ്റ് ഒന്ന് പറയാമോ? അങ്ങനെ ഡോക്ടറാണെങ്കിൽ ACPയുടെ ചോദ്യങ്ങളൊക്കെ കേട്ട് ആകെ ഒന്ന് പതറിപ്പോകുവാണ്. അല്ല സാർ, ഇതെന്തൊക്കെയാണ് ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആരാ അവരൊക്കെ?
അങ്ങനെയുള്ളൊരു പേഷ്യൻ്റ് ഇവിടെ ഇല്ലല്ലോ. ഡോക്ടർ, നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും മറച്ചു വെക്കാമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾക്ക് വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ പുറത്ത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. തൽക്കാലം ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. സാർ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ വർഷങ്ങളായിട്ട് വളരെയധികം റെപ്യൂട്ടേഷനിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ഇത്. ഇപ്പോൾ ഇവിടെ ഒരു പോലീസ് സെർച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ മാനസിക രോഗികൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും. ദയവ് ചെയ്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ സ്ഥാപനത്തിൽ ഉണ്ടാക്കരുത്. സോറി മിസ്റ്റർ ഡോക്ടർ, ഞങ്ങൾക്കിത് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. അതിന് ആർക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടായാലും ശരി, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അങ്ങനെ പറഞ്ഞ് ACP കൂട്ടരും കൂടി അവിടെയുള്ള എല്ലാ റൂമിലും പോയി പരിശോധിക്കുവാണ്. ഈ സമയം ഡോക്ടറാണെങ്കിൽ ടെൻഷനിൽ ആ സെക്യൂരിറ്റിക്കാരിയോട് ശ്യാമേനെയും അമൃതേനെയും എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ അയാളും ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുന്നുണ്ടാവും. ഈ സമയം ACP ഓരോ റൂമിലായിട്ട് പോയി സെർച്ച് ചെയ്യുവാണ്. അങ്ങനെ വിച്ചുവിൻ്റെ റൂം കണ്ടെത്തി വിച്ചുവിൻ്റെ അരികിലേക്ക് ചെല്ലുവാം. വിച്ചുവാണെങ്കിൽ പോലീസുകാരെ കണ്ട് ആകെ ഭയന്ന് നിൽക്കുമായിരിക്കും. അന്നേരം ACP വിച്ചുവിനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുക. മോനെ, മോൻ ഭയപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. മോൻ്റെ രാധിക ചേച്ചിയില്ലേ, ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ചേച്ചിയുടെ അതേ മുഖമുള്ളൊരു ആൻറ്റി ഇവിടെ ഉണ്ടെന്ന് മോൻ പറഞ്ഞില്ലേ? ആ, എവിടെയാണ് ആൻറ്റി ഉള്ളത്? ആൻറ്റിയുടെ റൂമൊന്ന് കാണിച്ചു തരാമോ? അതിനെന്താ, വാ കാണിച്ചു തരാം എന്നും പറഞ്ഞ് വിച്ചു നേരെ ശ്യാമയാമൃതം കിടന്നിരുന്ന ആ റൂമിലേക്ക് ACPനെ കൂട്ടിക്കൊണ്ടു പോകുവാണ്. എന്നാൽ വിച്ചു അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല കേട്ടോ. ദേ ഇവിടെയാ ആൻറ്റി ഉണ്ടായത് എന്നും പറഞ്ഞ് വിച്ചു അവിടെ എല്ലാം നോക്കുവാണ്. ഈ സമയം ACPയും അവിടെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അവിടെയൊന്നും ആരെയും കാണാതെ ACP പുറത്തു വന്ന ഡോക്ടറോട് ചോദിക്കണേ, ഈ റൂമിൽ ആരായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്? സാറേ, ഈ റൂമിൽ ഇപ്പോൾ കുറേ നാളായിട്ട് ആരും ഉപയോഗിക്കുന്നില്ല, പേഷ്യൻസ് ഒന്നും ഇവിടെ ഇല്ല. അതെന്താ? അല്ല, ഇവിടെ റൂഫിൻ്റെ അവിടെ ചെറിയൊരു പ്രശ്നം, അവിടെ ചോർച്ചയുണ്ട്. മാത്രമല്ല അവിടുത്തെ ഒരു ഷീറ്റുകൾ ഇളകിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേഷ്യൻസിൻ്റെ ലൈഫിൽ വെച്ച് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് നാളായിട്ട് ഇവിടെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ റൂം ആർക്കും കൊടുത്തിട്ടില്ല. എന്താണെങ്കിലും ഇതിൻ്റെ അടുത്തുള്ള എല്ലാ റൂമുകളും ഒന്ന് സെർച്ച് ചെയ്യും. ഈ സമയം അവിടെ പൂട്ടിയിട്ട് നല്ല റൂമുണ്ടാവും. അങ്ങനെ അവിടെയും പോയി പോലീസുകാർ സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നേരം ആ റൂമിൽ കുറേ ബെഡുകളും മറ്റ് വേസ്റ്റ് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് ഇരിക്കുന്ന ഒരു റൂമാണ് കേട്ടോ ഇത്. ഈ ബെഡുകൾക്കിടയിൽ ശ്യാമേനെയും അമൃതേനെയും ബോധമില്ലാത്ത അവസ്ഥയിൽ വായൊക്കെ കിട്ടിയും അവിടെ ആ ബെഡുകൾക്കിടയിൽ കിടത്തിയിട്ടുണ്ടാകും. അന്നേരം പോലീസുകാരാണെങ്കിൽ അവിടെ എല്ലാം നോക്കുന്നുണ്ട്. ആ ബെഡുകൾക്കിടയിലും അവർ നോക്കുന്നുണ്ട്. എന്നാലും അവർ ശ്യാമേനെ അമൃതനെയും കാണുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആ റൂമൊക്കെ പരിശോധിച്ചതിന് ശേഷം അവിടെ ഒന്നും ഇല്ല എന്നും പറഞ്ഞ് ഉറപ്പിച്ച് അവർ പുറത്തേക്ക് വരുവാണ്. സാർ, അകത്തൊന്നും ആരുമില്ല. അന്നേരം ഡോക്ടർ പറയണേ, ഞാൻ പറഞ്ഞല്ലേ സാർ, വെറുതെ സാറിന് എന്തൊരു തെറ്റായ ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ പേരിലാണ് എൻ്റെ സ്ഥാപനത്തിൽ വന്ന് ഇതുപോലൊരു കാര്യം ചെയ്യേണ്ടി വന്നത്. ഇത്രയും നാളത്തെ എൻ്റെ വർഷത്തിൽ ഇതുപോലൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട് സാർ. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥാപനം, എൻ്റെ സ്ഥാപനത്തിന് പുറമേ ഉണ്ടാകുന്ന ഒരു റെപ്യൂട്ടേഷനുണ്ട്. അതിന് ബലത്തിലാണ് ഞങ്ങളുടെ സ്ഥാപനം മുമ്പോട്ട് പോകുന്നത്. സാറിൻ്റെ ഭാഗത്തു നിന്ന് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുവാണ്. എന്ത് കാര്യത്തിന് വേണമെങ്കിലും സാറിന് എന്നെ വിളിക്കാം. എൻ്റെ ഫുൾ സഹകരണം സാറിനുണ്ടാവും. എന്നാൽ ശരി. അങ്ങനെ പറഞ്ഞ് ACP അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അന്നേരം ആ നേഴ്സ് ഡോക്ടറിനോട് പറയുന്നുണ്ട്, സാറേ, കൃത്യസമയത്ത് അവരെ മാറ്റിയത് കാരണം തൽക്കാലം രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിലോ എല്ലാം എന്നത്തോടെ തീർന്നാനേ. അന്നേരം ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയണേ, ഇവിടെ ഇതുപോലെ പലരും വന്ന് അന്വേഷിക്കും. അതിൻ്റെ പേരിൽ ശിക്ഷ കിട്ടാൻ പോകുന്നത് ഇവിടുത്തെ പാവം രോഗികൾക്കാണ്. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇതേസമയം വിച്ചുവിനാണെങ്കിൽ ഷോക്ക് കൊടുക്കാനായിട്ട് വിച്ചുവിനെയും കൂട്ടി അവിടെയുള്ള സ്റ്റാഫുകൾ ഷോക്കിംഗ് റൂമിലേക്ക് പോകുവാണ് കേട്ടോ. അവിടെ നിന്നും വിച്ചുവിൻ്റെ കരച്ചിലൊക്കെ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവശ്ശേരിയാണ്. അവിടെ റൂമിലിരുന്ന് രാധിക അടുത്ത ദിവസത്തേക്കുള്ള സദ്യയുടെ കാര്യങ്ങളും മറ്റുമൊക്കെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം വരനോട് മാഗസിനൊക്കെ വായിച്ചിരിക്കുന്നുണ്ടാവും. അന്നേരം വരണിൻ്റെ ഫോണിലേക്ക് ACP വിളിക്കുക. എടോ, ACP വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ വരൻ ഫോൺ സ്പീക്കറിലിടുക. ആ സാറേ, പറഞ്ഞോളൂ. വരൻ, രാധിക ഉണ്ടോ അടുത്ത്? ഉണ്ട് സാർ, ഫോൺ സ്പീക്കറില്ല, സാറ് പറഞ്ഞോളൂ. അതെ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഞാനിന്ന് പോയിരുന്നു. അവിടെ മൊത്തം സെർച്ച് ചെയ്യുകയും ചെയ്തു. പക്ഷേ അവിടെ ശ്യാമമ്മയുടെ അമൃതയില്ല. ഞാൻ എല്ലായിടത്തും നോക്കിയതാ. രാധിക പറഞ്ഞ ആ വിച്ചു എന്ന് പറഞ്ഞ പയ്യനെ ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചപ്പോഴും വിച്ചു അതേ കാര്യം തന്നെ ആവർത്തിക്കുമായിരുന്നു. പക്ഷേ അവൻ കാണിച്ചു തന്ന റൂമിൽ ശ്യാമ അമൃത ഉണ്ടായിരുന്നില്ല. ഈ സമയം വരൻ ചോദിക്കുന്നുണ്ട്, സാറിൻ്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുവാണെന്ന് വിചാരിക്കരുത്. ഒരുപക്ഷെ സാറ് വന്നതറിഞ്ഞിട്ട് അവർ ശ്യാമ മാഡത്തെ അമൃത മാഡത്തിനും മറ്റെവിടേക്കെങ്കിലും മാറ്റിയതാണെങ്കിലോ, അതോ അവിടെ തന്നെ എവിടെയെങ്കിലും ഒളിപ്പിച്ചതാണെങ്കിലോ. വരുൺ അയാൾ പറഞ്ഞ കാര്യം ഞങ്ങളങ്ങനെ അപ്പാടെ വിശ്വസിച്ച് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതൊന്നുമല്ല. അവിടെ എല്ലാം അന്വേഷിച്ചു, എല്ലാ റൂമിലും സെർച്ച് ചെയ്തു. എന്നാലും അവിടെ നിന്ന് ഞങ്ങൾക്ക് ശ്യാമ മാഡത്തിനെ കണ്ടെത്താനായില്ല. പക്ഷേ നിങ്ങൾ വിഷമിക്കണ്ട,
അങ്ങനെ ഞങ്ങളുടെ സംശയത്തിൻ്റെ മുന്നിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ആ ഡോക്ടറും അയാളുടെ മെൻ്റൽ ഹോസ്പിറ്റലും ഞങ്ങളുടെ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും. ശ്യാമ മാഡത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ചെറിയ തുമ്പ് അവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ പിന്നെ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. രാധിക ഒന്നും ഉണ്ട് വിഷമിക്കേണ്ട. ശ്യാമ മാഡത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ളെന്നുള്ള കാര്യം കുട്ടിക്കറിയാവുന്നതാണല്ലോ. എന്ത് തന്നെയാണെങ്കിലും ശരി, ശ്യാമ മാഡത്തെ ഉടനെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിനുള്ള എന്തെങ്കിലും ഒരു തെളിവ് അധികം വൈകാതെ തന്നെ കിട്ടും. ധൈര്യമായിട്ടിരുന്നോളൂ. എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് ഞാനുണ്ട്. എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ ഭയങ്കര നിരാശയോട് പറയണേ, എന്നാലും വരുൺ, ആ ഒരു പ്രതീക്ഷയും കൂടി നഷ്ടമല്ലേ? എനിക്ക് ഒട്ടും ഭാഗ്യമില്ല. അവിടെ അമ്മ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ ACP അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ അമ്മ അവിടെ നിന്ന് പോയില്ലേ? അവിടെ നിന്നും അമ്മയെ മാറ്റിക്കളഞ്ഞില്ലേ? എടാ രാധികെ, താൻ ഇങ്ങനെ തളർന്നു പോയല്ലേ? അവിടെ തൻ്റെ അമ്മയുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. തൽക്കാലം ACPക്ക് ഇപ്പോൾ അമ്മയെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും അവിടെ തന്നെ നിരീക്ഷണവുമായിട്ട് പോലീസുകാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. അവരുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ നിരീക്ഷിച്ചോളും. താൻ നോക്കിക്കോ, തൻ്റെ അമ്മയെ അധികം വൈകാതെ തന്നെ അവർ കണ്ടെത്തും. എനിക്കുറപ്പുണ്ടായില്ലേ? പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനെ ഫോണിൽ വിളിച്ച് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്ന ഡോക്ടറിനെയാണ് കേട്ടോ. ഈ സമയം ഡോക്ടർ പറയണേ, ഇതിനു മുമ്പും എൻ്റെ സ്ഥാപനത്തിൽ ഇതുപോലെ പോലീസിൻ്റെ സെർച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇത്രയും കടുത്ത രീതിയിലൊന്നും ആയിരുന്നില്ല അത്. മാത്രമല്ല, ഇന്ന് വന്ന ആ പോലീസുകാരനുണ്ടല്ലോ, ഇവിടെ അവർ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ എൻ്റെ സ്ഥാപനത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാനാവില്ല. ഡോക്ടർ വിഷമിക്കാതിരിക്കുക. ഡോക്ടറിനും ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിനും ഒരാപത്തും വരുത്താതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഈ സെലിബ്രിറ്റീസിനെയൊക്കെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമായിട്ടാണ് കേൾക്കുന്നവരെല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവർ ഭയങ്കര സംഭവമെന്ന് കരുതും. പക്ഷെ നമുക്കെല്ലാം അറിയൂ, ഇതുപോലുള്ള സെലിബ്രിറ്റികളെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒളിപ്പിക്കാനുള്ള പാട്. ഇവിടെയാണെങ്കിൽ ഇവളെ കണ്ടാലും ശബ്ദം കേട്ടാലും തിരിച്ചറിയുന്ന ആൾക്കാരാണ് ഉള്ളത്. എന്നാണെങ്കിലും തൽക്കാലം ശ്യാമയും അമൃതയും അവിടെ തന്നെ തുടരട്ടെ. കാരണം ഇപ്പം നമ്മൾ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പോലീസിന് സംശയം ഉണ്ടാക്കും. ഇന്നിപ്പോൾ അന്വേഷണം നടത്തിയിട്ട് ഒന്നും കണ്ടെത്താൻ കഴിയാതെ അവർ തിരിച്ചു പോയെങ്കിലും അവരെങ്ങനെ ചുമ്മാ മടങ്ങിയെന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് തന്നെ അവർ നിരീക്ഷണ വലയം തീർത്തിട്ടുണ്ടാവും. അതുകാരണം നമ്മളിപ്പോൾ ശ്യാമയും അമൃതേനെ പുറത്തിറക്കുന്നത് റിസ്ക്കാണ്. അത് കേൾക്കുന്നതും ഡോക്ടർ പറയണേ, അത് ശരി ചന്ദ്രശേഖർ താൻ പറയുന്നത്. തൽക്കാലം ഇപ്പോൾ അവർ പുറത്തിറക്കണ്ട, ഇവിടെ തന്നെ തുടരട്ടെ. എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമാകുന്ന സമയത്ത് മാത്രം അവരിവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. എന്നാൽ ശരി ഡോക്ടർ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. ഡോക്ടറുടെ സ്ഥാപനത്തിന് ഒരു കോട്ടവും തെറ്റില്ല. അക്കാര്യം ഞാൻ ഉറപ്പ് തരുവാണ്. അങ്ങനെ പറഞ്ഞ് ചന്ദ്രശേഖരൻ കോൾ കട്ട് ചെയ്യുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാധികേനെയാണ്. രാധികയാണെങ്കിൽ റൂമിൽ അമ്മയുടെ ഫോട്ടോയിൽ നോക്കി സങ്കടത്തോടെ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം വരണം അങ്ങോട്ടേക്ക് വരുവാ. രാധികേ, താൻ അമ്മയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുവാണല്ലേ? അമ്മയെ കണ്ടെത്തും എന്നുള്ളൊരു പ്രതീക്ഷ തൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ACP ഇന്ന് അവിടെ പോയിട്ടും അമ്മയെ കണ്ടെത്താൻ പറ്റിയില്ലെന്നറിഞ്ഞതോടെ താനാകെ തളർന്നു പോയല്ലേ? വരുൺ, എൻ്റെ കഷ്ടകാലം എത്ര ഉണ്ടെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. കുറേ നാൾ കാത്തിരുന്നിട്ട് എനിക്ക് എൻ്റെ അമ്മയെ കിട്ടിയത്. അമ്മയുടെ സ്നേഹം അനുഭവിച്ച് കൊതി തീരുന്നതിന് മുമ്പേ അമ്മ എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തില്ലേ? അമ്മ ഇത്രയും വലിയ സെലിബ്രിറ്റിയാണ്. എന്നിട്ടും അമ്മ ആരാധിക്കുന്ന കുറേ പേരുണ്ടായിട്ടും ഈ ഒരവസ്ഥയിലായിട്ട് അമ്മയെ അവർക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ലല്ലോ. ആ ഹോസ്പിറ്റലിൽ എന്തോരം പേരുണ്ട്, എത്ര സ്റ്റാഫുകളുണ്ട്. അവരിൽ അമ്മ ഇഷ്ടപ്പെടുന്ന സ്റ്റാഫുകളും ഉണ്ടാവില്ലേ? എന്നിട്ടും അവരാരും പോലും അമ്മ അവിടെ നിന്ന് രക്ഷിക്കാൻ ഒരു ചെറുവിരൽ പോലും അലക്കിയിട്ടില്ലല്ലോ വരുൺ. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നത്. രാധികെ, ആ ഹോസ്പിറ്റല് അത്ര നല്ല ഹോസ്പിറ്റലൊന്നും അല്ലല്ലോ. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ. അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ ജോലിക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള ഗുണങ്ങളുള്ളവരെയല്ലേ സെലക്ട് ചെയ്യൂ. ഇനി അഥവാ ആ കൂട്ടത്തിൽ നല്ലവരുണ്ടെങ്കിൽ തന്നെ അവരെ സത്യം പറയാൻ അവർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ ഭീഷണികൾക്ക് നടുവിലായിരിക്കില്ലേ അവർ ജീവിക്കുന്നത് തന്നെ. അങ്ങനെ വരുണിൻ്റെ ആ വാക്കുകളൊക്കെ കേട്ടിരിക്കുന്ന രാധികയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഗൗതത്തിൻ്റെ റൂമിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഉർവശിനെയാണ് കേട്ടോ. ഈ സമയം ചന്ദ്രശേഖറിനൊപ്പം സാറ അവിടെ എത്തുന്നുണ്ട്. അന്നേരം സാറ ഉർവശിയോട് ചോദിക്കണേ, ഇന്നിവിടെ പൂജ നടക്കുന്ന കാര്യം അറിയില്ലേ? പൂജയ്ക്ക് മുമ്പായിട്ട് രാധികയും ചന്ദ്രശേഖരൻ്റെ അമ്മയും ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ നിൻ്റെ സ്ഥാനം ഈ വീടിന് പുറത്താണെന്ന് ഞാൻ പറഞ്ഞതാ. അവരെവിടെയാണ് എത്തിയത്? അന്നേരം ഉർവശി പറയണേ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ അവർ വരില്ല എന്ന്. വന്നേ പറ്റുള്ളൂന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് സാറ് ചോദിക്കുമ്പോൾ ഉർവശി പുച്ഛത്തോടെ പറയണേ, എനിക്ക് സൗകര്യമില്ലാഞ്ഞു. അത് കേൾക്കുന്നതും സാറയാണെങ്കിൽ ഉർവശിയെ തല്ലാനായിട്ട് കയ്യോങ്ങുവാണ്. അത് കാണുന്നതും ഗൗതം പൊട്ടിത്തെറിക്കണേ, തൊട്ടുപോകരുത് എൻ്റെ അമ്മയെ.
എൻ്റെ അമ്മക്ക് നേരെ കയ്യോങ്ങാൻ നിങ്ങളാരാണ്? ഈ സമയം ചന്ദ്രശേഖർ ദേഷ്യത്തിൽ ഗൗതത്തിൻ്റെ കാരണം പൊട്ടിക്കുവാണ്. സാറാ മാഡത്തിന് നേരെ കൈ ചൂണ്ടി സംസാരിക്കാൻ മാത്രം ധൈര്യം നിനക്ക് എങ്ങനെയാടാ കിട്ടിയത് എന്നും പറഞ്ഞ് ഗൗതത്തിനെ ശകാരിക്കുവാണ്ടോ ചന്ദ്രശേഖരൻ. ഈ സമയം സാറയാണെങ്കിൽ ഉർവശിനെ വീടിന് പുറത്താക്കുവാണ്. പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിരിക്കും, ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്നും പറഞ്ഞ് ഉർവശീനെ അടിച്ച് പുറത്താക്കുവാണ് കേട്ടോ. അങ്ങനെ ഉർവശിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് കണമംഗലത്തിൻ്റെ പടി കിടക്കുവാണ്. അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ സങ്കടപ്പെട്ട് എങ്ങോട്ട് പോകുമെന്നറിയാതെ നിൽക്കുമ്പോഴായിരിക്കും ഓട്ടോറിക്ഷയിൽ രാധികയും ജയഭാരതിയമ്മയും കൂടി അവിടെ എത്തുന്നത്. അങ്ങനെ അവരെ രണ്ടുപേരെയും കൂട്ടി ഉർവശിയാണെങ്കിൽ അകത്തേക്ക് ചെല്ലുവാണ് കേട്ടോ. ഈ സമയം രാധികേനെയും അമ്മയും കാണുന്നതോടുകൂടി പത്മിനിക്കും പരമേശ്വരനൊക്കെ ഒത്തിരി സന്തോഷമാകുവാണ്. അങ്ങനെ അവർ വന്നത് കാരണം ചന്ദ്രശേഖരനും സാറക്കൊക്കെ ഒത്തിരി സന്തോഷമാകുവാണ്. അങ്ങനെ ഈ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്